Hello friends. So, ഇപ്പം വരെ നമ്മൾ total 8 modules finish ചെയ്ത്. So, ഇന്ന് നമ്മൾ 9th modules ആണ് നോക്കാൻ പോകുന്നത്. So, till now like നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയായിരുന്നു. Just to revise ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ. So, introduction നമ്മൾ ഫിനിഷ് ചെയ്ത്. ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി. എന്താണ് ലോക്കൽ SEO, എന്തിനാണ് ഇമ്പോർട്ടൻസ്. We have seen all those sections here. Then setup GMB pages നമ്മൾ സെറ്റപ്പ് ചെയ്ത് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് ചെയ്തു പിന്നെ ബിങ് പേജസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കീവേഡ് റിസർച്ച് നോക്കി ലോക്കൽ SEOക്ക് വേണ്ടി എങ്ങനെയാണ് സ്പെഷ്യലി കീവേഡ് റിസർച്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കിയത് ഓൺ പേജ് ലോക്കൽ SEO എങ്ങനെ ചെയ്യുന്നത് SEOയുടെ ഓൺ പേജ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ ലോക്കൽ SEOക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ലോക്കൽ സൈറ്റേഷൻസ് ഓൾസോ ലിങ്ക് ബിൽഡിങ്ങിൻ്റെ ഓഫ് പേജ് SEOയുടെ ഭാഗമായിട്ടാണ് നമ്മളത് നോക്കിയത് ദെൻ ഹൗ ടു റാങ്ക് ഇൻ ലോക്കൽ മാപ്പ് പാക്ക് ആ മാപ്പ് പാക്ക് ലിസ്റ്റിങ്ങിനകത്ത് എങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു Then we have discussed about local SEO link building process nu vendi nammal discuss cheyidayirunnu then we have discussed all tool namukku important tools inde avashyumulla tools inde nammal setup ne patti nammal discuss cheyidayirunnu then we did now we are going to do local SEO audit so already namukku oru local business undu local websites undu so adinte oru auditing enganeya cheyyunne nammal so this is very important sections aanu so already oru existing business aanengil idu namukku engane use cheyan pattuvaanu idine vechittana nammal nokkan povunne so let's start today's session നമുക്കിത് ഇന്നത്തെ ഫോക്കസ് പോയിന്റ് നമ്മുടെ മോഡ്യൂൾ 9 ആണ് സോ ലെറ്റ്സ് do this one so first one is local SEO audit so many things are there to learn and understand in this particular section കുറച്ച് ടെക്നിക്കൽസ് കൂടുതലാണ് കുറച്ച് എന്താ പറയുക ഡീറ്റെയിൽസ് കൂടുതലാണ് but still I try to finish this as a simple language so that you can understand so mostly ഈ especially ഈ SEO audit എല്ലാം കുറച്ച് ടെക്നിക്കൽ ആളുകളോട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ so these things can be done by any technical person so first is നമുക്ക് സൈറ്റ് വൈഡ് SEO ചെക്ക്ലിസ്റ്റിനകത്ത് നമുക്ക് നോക്കാം ഈ ഒരു സൈറ്റിനകത്ത് ഇത് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലേബൽ നമ്മളിപ്പോൾ ഒരു SEO സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇത്രയെങ്കിലും വേണം ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സൈറ്റിനകത്ത് വേണ്ടത് സോ ലെറ്റ്സ് സ്റ്റാർട്ട് വൺ ബൈ വൺ സോ നമ്മൾ ടൂൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ വേണം ഗൂഗിൾ അനലിറ്റിക്സ് വേണം ടാഗ് മാനേജർ വേണം HRF വെബ് മാസ്റ്റേഴ്സ് വേണം ബിങ് വെബ് മാസ്റ്റർ വേണം ഇത്ര ഫയൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ദീസ് ആർ ദ തിങ്സ് യു നീഡ് ടു ഹാവ് ദെൻ നമുക്ക് XML സൈറ്റ് മാപ്പ് വേണം XML സൈറ്റ് മാപ്പ് എന്താണ് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ എല്ലാ പേജസിനെ പറ്റി ഒരു ഡീറ്റെയിൽ ഒരു എന്താ പറയുന്ന ഒരു മാപ്പ് പോലെയാണ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ ക്രോളേഴ്സിന് കൊടുക്കാൻ വേണ്ടിയാണ് സോ ദാറ്റ് ഈസിലി അവരെല്ലാം വെബ്സൈറ്റിൻ്റെ പേജസിൻ്റെ അടുത്ത് എത്താൻ പറ്റണം സോ ദാറ്റ് ഈസ് ദ സോൾ പർപ്പസ് അതിനുവേണ്ടിയാണ് നമ്മൾ XML സൈറ്റ് മാപ്പ് യൂസ് ചെയ്യുന്നത് സോ XML സൈറ്റ് മാപ്പിൻ്റെ കൂടെ തന്നെ HTML സൈറ്റ് മാപ്പും കൂടെ വരും സോ HTML സൈറ്റ് മാപ്പ് ഇച്ചിരി കൂടെ യൂസർ പ്രോസ്പെക്റ്റീവ് ആണ് XML ഇച്ചിരി കൂടെ ക്രോൾ പ്രോസ്പെക്റ്റീവ് ആണ് then robots txt file so robot txt file is very important to block all unwanted pages which you don't want to rank on google so നമുക്ക് ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്യേണ്ടാത്ത ഒരുപാട് പേജസ് കാണും ചിലപ്പം നമ്മുടെ പേയ്മെൻറ്റ്സിൻ്റെ പേജ് കാണും അല്ലെങ്കിൽ പിന്നെ ഇൻറ്റർണൽ പേജസ് കാണും അങ്ങനത്തെ പേജസ് അല്ല സോ വാട്ട് എവർ ദ പേജസ് യു ഡോണ്ട് വാണ്ടഡ് ടു ഇൻഡെക്സ് ഈവൻ ദോ ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പേജസ് ആവാം അല്ലെങ്കിൽ പിന്നെ അഫിലിയേറ്റ് ലിങ്ക് പ്രൊമോഷൻ പേജസ് ആവാം അല്ലെങ്കിൽ പിന്നെ ചില സ്പെസിഫിക് കണ്ടന്റ് വിച്ച് ഇസ് വെരി സ്പെസിഫിക് ഫോർ യുവർ ഇന്റർണൽ ഓഡിയൻസ് വേണ്ടിയാണ് which you don't want it to rank on Google so you can use robot.txt file where you can mention that okay ഇത് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് then page speed ആണ് ലോഡ് ടൈം ലൈക്ക് ഒരു സൈറ്റ് തുറക്കുമ്പോൾ എത്ര സ്പീഡിലാണ് സൈറ്റ് തുറക്കുന്നു വരുന്നത് അതാണ് പേജ് സ്പീഡ് സോ വി നീഡ് ടു ഓപ്റ്റിമൈസ് അവർ പേജ് സ്പീഡ് സോ ഒരു പുതിയ അപ്ഡേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ പേജ് SEOയിൽ കോർ വെബ് വൈറ്റൽ ഈസ് ഓൾ അബൌട്ട് പേജ് സ്പീഡ് ആണ് ദ മോർ ഇതൊരു എന്താ പറയുന്നത് അവർ ഡിക്ലെയർ ചെയ്ത ഒരു റാങ്കിങ് ഫാക്ടറും കൂടെയാണ് സോ മൊബൈൽ സൈറ്റ് ആയാലും വെബ്സൈറ്റ് ആയാലും സ്പീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു റാങ്ക് ഓൺ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് സോ യു നീഡ് ടു ഹാവ് ഗുഡ് പേജ് സ്പീഡ് സൈറ്റ്സ് സോ നല്ല ഹോസ്റ്റിംഗ് യൂസ് ചെയ്യുക ക്ലീൻ കോഡ് യൂസ് ചെയ്യുക ഓപ്റ്റിമൈസ് ചെയ്യുക ഇമേജസ് ലേജി ലോഡ് ഓൺ ചെയ്യുക ഒരുപാട് സാധനങ്ങളുണ്ട് ദാറ്റ്സ് വൈ ഐ സെഡ് യു റിക്വയർ സം ടെക്നിക്കൽ പേഴ്സൺസ് ടു ഡു ഓൾ ദീസ് തിങ്സ് then responsiveness mobile responsiveness is very important because ippathe oru traffic trend endanu parnal more than 50% traffic is coming from mobile so ningale website mobile nathum adebole thanne open avanam adebole thanne desktop adebole thanne avaru notepad pad nathu use cheyan ipad use cheyanengil adinathu tablets nathu everywhere this should be like water nammal oru water edu patrathil idum aa shape edukkunna pole thanne ningale website aa shape edukkan pattanam so that is known as mobile responsiveness so ningale website mobile responsiveness ആയിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം സോ യു നീഡ് ടു
create your website mobile responsiveness. Either device naathu adu thornalu adu adinte responsive ayi maaranu. So that is also a very important factor. Then favicon oru just a logo de oru icon poleയാണ് നമ്മുടെ ഒരു ബ്രൗസറിനകത്ത് മുകളിൽ ടോപ്പിൽ വരുന്ന ഒരു icon ആണ്, that is favicon. So your website need to be have favicon. So it's not a ranking factor but it's look like ഒരു identity create ചെയ്യുന്ന പോലെയാണ്. So having a favicon is good. Then you need to check index, no index, അങ്ങനെ എന്തെങ്കിലും കോഡ് നിങ്ങളുടെ പേജിനകത്ത് ഉണ്ടോ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇഫ് നോ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്യത്തില്ല. ഒരുപാട് ഡെവലപ്മെൻറ്റ് സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ എങ്ങനെയാണ് പറഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്യാൻ നേരം അവർ നോ ഇൻഡെക്സ് ചെയ്ത് വെക്കും, ബിക്കോസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ സൈറ്റ് ഇൻഡെക്സ് ആവണ്ടല്ലോ. സോ അങ്ങനത്തെ സിറ്റുവേഷൻ അവരെന്താ ചെയ്യുക, നോ ഇൻഡെക്സ് ചെയ്ത് വെക്കും. ബട്ട് അത് കഴിഞ്ഞിട്ട് അവർ മറന്നു പോകും. സോ വാട്ട് ഹാപ്പൻ, ലൈക്ക് നിങ്ങൾ വെബ്സൈറ്റിൻ്റെ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബട്ട് യുവർ വെബ്സൈറ്റ് ഈസ് നോട്ട് റാങ്കിങ് ബിക്കോസ് സൈറ്റിനകത്ത് നോ ഇൻഡെക്സ് tag കിടക്കുന്നുണ്ട്. So make sure that your no index tag has removed so that your ranking should be like എന്താ പറയുന്നത് properly increase ആവാൻ പറ്റും. Then custom 404 pages. So if 404 pages are the pages which is not exist. So ഏത് URL, so like ഇപ്പം some URL like ഇപ്പം avivdigital.in/1234 അങ്ങനത്തെ ഒരു URL ഇല്ല. So what that particular user will go, where that particular user will go, a 404 page. So 404 pages need to be customized. Why need to be customized? Like something action, like ഇത് അറിയാതെ എത്തുന്ന പേജസ് ആണ്. സോ യു നീഡ് ടു സെൻഡ് ദം ലൈക്ക് ഒന്നെങ്കിൽ ഹോം പേജിനകത്തോട്ട് വിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗ് ആർട്ടിക്കിൾസിനകത്ത് വിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ കോഴ്സ് അവിടെ കൊടുക്കാം. സോ വാട്ട് എവർ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന 404 പേജസ് നീഡ് ടു ബി കസ്റ്റമൈസ്ഡ്. നോട്ട് ദ ഓൺലി 404 എഴുതിയ മാത്രമല്ല, ദർ ഷുഡ് ബി സം ആക്ഷൻ യു ക്യാൻ ഓഫർ. സോ ദാറ്റ് ഇസ് ദ വൺ തിങ്, 404 പേജസ്. ദെൻ HTML സൈറ്റ് മാപ്പ്, നമ്മൾ XML സൈറ്റ് മാപ്പിൻ്റെ ഇതിന് മുമ്പ് സംസാരിച്ചായിരുന്നു. അതേപോലെ തന്നെ HTML സൈറ്റ് മാപ്പ് ഇസ് ലൈക്ക് ഫോർ യൂസേഴ്സിന് വേണ്ടിയാണ്. ഒരു പേജ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഉള്ള നമ്മുടെ സൈറ്റിൻ്റെ എല്ലാ URL, ഇമ്പോർട്ടൻറ്റ് URL നമ്മൾ ഒരു സെഗ്മെൻറ്റിനകത്ത് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ പ്രോട്ടോകോൾ HTTP/HTTPS. സോ HTTPS എന്ന് പറഞ്ഞാൽ സെക്യൂർ ആണ്, സെക്യൂറിൻ്റെ ഒരു പ്രോട്ടോകോളാണ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ വൺ ഓഫ് ദ റാങ്കിങ് ഫാക്ടർ ആണ്. സോ യുവർ സൈറ്റ് നീഡ് ടു ബി HTTPS. സോ അതിനുവേണ്ടി നമുക്ക് SSL സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ SSL സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ അതിനകത്ത് ഇൻട്രിഗേറ്റ് ചെയ്യണം. സോ വെൻ വി ഇൻട്രിഗേറ്റ് ദാറ്റ് വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഒരു സിംഗിൾ URL ആവാൻ പാടുള്ളൂ. HTTP ആണെങ്കിൽ അത് റീഡയറക്റ്റ് ആയിട്ട് HTTPSനകത്തോട്ട് വരണം. അതേപോലെ തന്നെ നമുക്ക് വൺ സിംഗിൾ URL ലൈക്ക് www. നമ്മുടെ വെബ്സൈറ്റ് abc.com ആണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു വേറെ വേർഷൻ ആണ് abc.com. ഈ രണ്ടും വരാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തോട്ട് റീഡയറക്റ്റ് ആയിരിക്കണം. സോ വെയർ ടു റീഡയറക്റ്റ് നിങ്ങൾക്കത് വെബ്സൈറ്റ് സെർച്ച് കൺസോളിനകത്ത് പോയിട്ട് നോക്കാൻ പറ്റും. ഏത് URLിലേക്കാണ് ട്രാഫിക് വരുന്നത്, ആ URL അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് ഏതിനകത്താണ് വരാത്തത് അത് അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് 301 റീഡയറക്ഷൻ, പെർമനൻറ്റ് റീഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ദെൻ ബ്രെഡ് കംസ് ബേസിക്കലി നമ്മൾ ഗൂഗിൾ സെർച്ചിനകത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയാണ്, യൂസേഴ്സിനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആണ്. സോ യുവർ സൈറ്റ് നീഡ് ടു ബി ഹാവ് എ ബ്രെഡ് കംസ് സോ ദാറ്റ് സെർച്ചിനകത്ത് തന്നെ ഇപ്പം ഏത് പേജാണ് കാണിക്കുന്നതിന് മുമ്പത്തെ ഏത് പേജിലും വേണമെങ്കിൽ ആളുകൾക്ക് എത്താൻ പറ്റും. ഈവൻ ദോ വെബ്സൈറ്റിനകത്ത് നമുക്ക് ബ്രെഡ് കംസ് യൂസ് ചെയ്യാറുണ്ട്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനകത്തോട്ട് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ ബ്രെഡ് കംസ്. സോ വേർഡ് പ്രസ്സിലാണെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ബ്രെഡ് കംസ് വരാറുണ്ട്. ഇപ്പം നിങ്ങൾ റാങ്ക് മാത്ത് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രെഡ് കംസിനകത്ത് ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, where automatically breadcrumb will be uploaded. Then social media buttons, your website need to be like social media, നിങ്ങളുടെ Instagram, Facebook, LinkedIn, whatever the account social media നിങ്ങൾ ആക്റ്റീവ് ആണ് അതിൻ്റെ എല്ലാം ഫൂട്ടറിനകത്തോ അല്ലെങ്കിൽ ഹെഡറിനകത്തോ എവിടെയെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ആക്ച്വലി ഷോസ് ദാറ്റ് ട്രസ്റ്റ്. ഇപ്പം ഒരാൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ട് ബട്ട് ദേ വാണ്ടഡ് ടു ലുക്ക് ഫോർ ദ മോർ ഇൻഫർമേഷൻ, ബിക്കോസ് വെബ്സൈറ്റ് ഒരു ലിമിറ്റഡ് സെഗ്മെൻറ്റ് ആണല്ലോ. സോ ദേ ക്യാൻ മൂവ് ടു യുവർ സോഷ്യൽ മീഡിയ ആൻഡ് ദേ ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഓവർ ദെയർ. Then your other social media accounts also you need to optimize your social media accounts, like നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജസ്, ഇൻസ്റ്റാഗ്രാം പേജസ്, ട്വിറ്റർ പേജസ്, GMB പേജസ്. ഇപ്പോൾ ലോക്കൽ ബിസിനസ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണ്. സോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആസ് വെൽ ആസ് GMB പേജസ്, ദീസ് ആർ ദ സം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേജസ് വിച്ച് യു നീഡ് ടു ഓപ്റ്റിമൈസ് റെഗുലർലി എന്ന് പറഞ്ഞാൽ റെഗുലർലി നമ്മൾ അതിനകത്തോട്ട് കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കണം. സോ ദാറ്റ് പീപ്പിൾ വിൽ ഫീൽ ദാറ്റ് ഓക്കെ ദിസ് ബിസിനസ് ഇസ് സ്റ്റിൽ റണ്ണിങ്. സോ അത് വലിയൊരു റിക്വയർമെൻ്റ് ആണ്. സോ ഒരുപാട് പേര് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ ആണ് കൺവേഴ്സൺ നടത്തുന്നത്, എൻഗേജ്മെൻറ്റ് നടത്തുന്നത്. ഈവൻ ദോ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് വരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ ത്രൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ സൈറ്റ് വൈഡ് SEO ചെക്ക് ലിസ്റ്റ് ആയിരുന്നു. സോ നമുക്ക് ഇനിയിപ്പോൾ വൺ സിംഗിൾ പേജ് ചെക്ക് ലിസ്റ്റും കൂടെ നോക്കാം. സോ
I understand that this little bit technical ആണ്, but at least ഇത്ര സെക്ഷൻസ് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SEO പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ വെബ്സൈറ്റ് ഈസിലി റാങ്ക് ചെയ്തോളൂ. Second one is on-page SEO checklist. കുറച്ചുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് URL. സോ URL ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം, സ്മോൾ ആയിരിക്കണം, സോർട്ട് ആയിരിക്കണം, കീവേഡ് വേണം അതിനകത്ത് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ URL. ദെൻ മെറ്റാ ടൈറ്റിൽ നമ്മുടെ ബാക്കിനകത്ത് വരുന്ന കോഡിനകത്ത് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽസ് ആണ്. സോ ആ ടൈറ്റിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. സോ ബേസിക്കലി ടൈറ്റിൽ ഒപ്റ്റിമൈസേഷന് ഒരു വേർഡ് ലിമിറ്റ് ഉണ്ട്, 50 to 60 ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനീഷ്യൽ സ്റ്റേജിനകത്ത് തന്നെ കീവേഡ്സ് കൊടുക്കാൻ നോക്കുക, തുടക്കം തന്നെ കീവേഡ് കൊടുക്കാൻ നോക്കുക. പിന്നെ പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, കീവേഡ് ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് ബേസിക്കലി ഒരു കുറച്ച് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, ലൈക്ക് ബെസ്റ്റ്, ഇച്ചിരി കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പവർ വേർഡ്സ് നമുക്ക് അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ദോസ് ആർ ദ തിങ്സ് യു ക്യാൻ യൂസ് ഇൻ ദിസ് മെറ്റാ ടൈറ്റിൽ. അതേപോലെ തന്നെ യു നീഡ് ടു യൂസ് മോഡിഫയർ. സോ അതാണ് മോഡിഫയറിൽ നമ്മൾ പറഞ്ഞ ബെസ്റ്റ്, നമ്പർ 1, ഇങ്ങനത്തെ എല്ലാ സെഗ്മെൻറ്റ്സ്. ദെൻ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് ബേസിക്കലി യു നീഡ് ടു ഗിവ് ദ ഇൻഫോർമേഷൻ അബൌട്ട് വാട്ട് ആർ ദ സർവീസസ് യു ആർ ഗിവിംഗ്. സോ ആസ് യുവർ ബിസിനസ് ഇസ് ലോക്കൽ ബിസിനസ്, ട്രൈ ടു ഗിവ് യുവർ നമ്പർ ആൻഡ് try to give your location specific, like ഏത് ലൊക്കേഷൻ ആത്ത ഏത് നമ്പർ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ increases the chance of people calling you. But sometimes it's like happens, എന്താണ് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്പർ ആ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അത് ക്ലിക്ക് ചെയ്യത്തില്ല. സോ വെൻ യു ഡോണ്ട് ഗെറ്റ് ക്ലിക്ക് ബട്ട് യു ഗെറ്റിംഗ് ഇംപ്രഷൻ. സോ ഇംപ്രഷൻ ഉണ്ട്, ക്ലിക്ക് ഇല്ല, മീൻസ് CTR ഡൗൺ ആവും. സോ റാങ്കിങ് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് ആസ് ഫോർ ദ ലോക്കൽ ബിസിനസ്സസ് യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് ഓൾസോ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ. Okay, then and ask people to click and call you back or chat with you on website. അങ്ങനത്തെ ഒരു ആക്ഷനിലേക്ക് നിങ്ങൾ അത് ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. Then there are the important heading tags. H1 to H6 വരെ ഉണ്ട്. സോ H1 is the one of the most important head tags ആണ്. നൗ ഡേയ്സ് ലൈക്ക് H1 തന്നെയാണ് മെറ്റാ ടൈറ്റിലിനകത്ത് വരുന്നത്. നോട്ട് മെറ്റാ ടൈറ്റിലിനകത്ത് വരുന്നത് മീൻസ് SERPയുടെ റിസൾട്ടിനകത്ത് വരുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ 70 to 80% H1 ആണ് വരുന്നത്. സോ ദിസ് H1 is also very important. You need to optimize for this also. ലൈക്ക് ഇനീഷ്യലിനകത്ത് കീവേഡ് മെയിൻറ്റെയിൻ ചെയ്യുക, കീവേഡ് LSI കീവേഡ്സ് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക, ലൈക്ക് വി ഡു ഫോർ മെറ്റാ ടൈറ്റിൽസ്. H1 കഴിഞ്ഞിട്ട് H2, S3, H4, S5, S6 വരെ ടാഗ്സ് ഉണ്ട്. വേറെ H2 and S3 is also very important, where you can focus on the keywords, secondary keywords and related keywords എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. Then content length. ഇപ്പം നിങ്ങളുടെ ഒരു പീപ്പിൾ തിങ്ക് ദാറ്റ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഒരു ഡിസൈൻ പോവും, വെബ്സൈറ്റിൽ ഒന്നും വരത്തില്ല. ബട്ട് if you wanted to rank in Google need to understand Google is not a human, it's a bot, it's a robots. Okay, so they are coming and they are analyzing your website, but if your website don't have enough content, how they will going to analyze? So you need to understand that namukku enough content ainathu include cheyan pattanam. So you need to put enough content there. Then content duplicacy. Avoid content duplicacy because നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റിനെ ഗൂഗിൾ എന്താ ചെയ്യും, പണിഷ് ചെയ്യും. സോ നിങ്ങളുടെ കണ്ടന്റ് പണിഷ്മെന്റിൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് റാങ്കിങ് കിട്ടത്തില്ല. സോ അവോയ്ഡ് ഡ്യൂപ്ലിക്കേസി. ആൻഡ് പീപ്പിൾ ലൈക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും, ബട്ട് ഒരു 5,000 rupees ഒരു കണ്ടന്റ് റൈറ്ററിനെ നല്ല കൊടുത്തിട്ട് നല്ല കണ്ടന്റ് എഴുതിക്കാൻ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ബട്ട് they don't understand that ആ 5,000 is worth of more than that. If they get rank, അവർക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ that 5,000 is very little amount. So you should go and get content, quality content on your website. So very very necessary ആണ്. And I always suggest you recommend what to write. Content writer don't know everything about your business. You are the person. If you know Malayalam, you write in Malayalam, give them to translate into English. So that is the process you need to use for the content segment. Then comes internal linking. Internal linking നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓൺ പേജിനകത്ത്. നമ്മുടെ ഒരു പേജിനകത്ത് നിന്ന് അടുത്ത പേജിനകത്തോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർണൽ ലിങ്കിങ് കൊടുക്കുന്നത്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പാസിംഗ് ലിങ്ക് ജ്യൂസ്. സോ നമ്മുടെ ഒരു പേജിൻ്റെ ലിങ്ക് ഒരു പേജിനകത്തോട്ട് പാസ് ചെയ്യാനും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മേക്ക് ഷുവർ ഹാവ് എ പ്രോപ്പർ ഇന്റർണൽ ലിങ്കിങ്. അൾ ടാഗ് ഇമേജസിന് നമ്മൾ കൊടുക്കുന്ന ടാഗ്സ് ആണ്. സോ ഓരോ ഇമേജസ് വെനെവർ യു അപ്ലോഡ് എൻ ഇമേജ്, 3 things you need to focus. 1, compress size കുറവായിരിക്കണം, JPG ഇമേജസ് യൂസ് ചെയ്യണം, ഇമേജിൻ്റെ ഫയൽ നെയിമിനകത്ത് കീവേഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാഗ് കൊടുക്കാൻ നോക്കണം. ഇത്ര കാര്യങ്ങളാണ് ഇമേജ് വെനെവർ യു അപ്ലോഡ് ആൻ ഇമേജ് യു നീഡ് ടു ഫോക്കസ് ഓൺ വെബ്സൈറ്റ്. Broken links are the links which is not അവൈലബിൾ എക്സിസ്റ്റ് അല്ലാത്ത പേജസിനെയാണ് ബ്രോക്കൺ ലിങ്ക്സ് എന്ന് പറയുന്നത്. 404 പേജസ് നമ്മൾ ഇതിൻ്റെ മുമ്പേ സംസാരിച്ചായിരുന്നു സൈറ്റ് വൈഡിനകത്ത്. സോ ആ 404 പേജസ് ഉണ്ടെങ്കിൽ നമ്മളത് ഫിക്സ് ചെയ്യണം. ഹൗ ടു ഫിക്സ് ദാറ്റ്? ഇപ്പം സം പേജ് നമ്മൾ ബൈ മിസ്റ്റേക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് URL കൊടുക്കുക. ഇപ്പോൾ ആ പേജ് ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മളത് റീഡയറക്റ്റ് അടിച്ചിട്ട് ഹോം പേജിനകത്തോട്ട് റീഡയറക്റ്റ് അടിക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ദ വേ ഹൗ യു ഫിക്സ് ദാറ്റ്.
So fixing is by 301 redirect. So already you need to also check that already any redirection is there. So ippam chela samayathu endana redirection endana nadakkunnenu parnale A to B, B to C aanu redirection cheyidu vannikkunne. Okay, but it's better you wanted to go to A to C. So why you wanted to go to B to C? So redirection direct A to C aqua, so that was value passes more than value B to C. or site A to B varanam B to C varnekkalum value directly passes A to C. So if you are doing redirection, if some redirection already done, go and check that how that particular redirection is done. So fix that redirection section. Then page speed very important ആണ്. സോ നമ്മൾ ഓൾറെഡി സൈറ്റ് ലോഡ് കുറേ എത്ര ഫാസ്റ്റായിട്ട് സൈറ്റ് ലോഡ് ചെയ്യും അത്ര കൂടുതലായിരിക്കും ആളുകൾക്ക് ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു നീഡ് ടു ഫിക്സ്. സോ ഈവൻ ദോ ദർ ആർ സോ മെനി സൈറ്റ്സ് വെർ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് സൈറ്റ് സ്പീഡ് എത്രയാണ്. ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ ടൂളുണ്ട്. സോ ജസ്റ്റ് യു ടൈപ്പ് ഗൂഗിൾ പേജ് സ്പീഡ് ചെക്കറിന് അടിച്ചാൽ തന്നെ ഗൂഗിളിൻ്റെ സൈറ്റ് വരും. അതുകൂടാതെ 2 ടൂൾ വേറെ ഞാനിവിടെ പറയാൻ നോക്കുന്നുണ്ട്. Pingdom pingdom.com അതേപോലെ തന്നെ GT മാട്രിക്സ്. ഈ 2 ടൂളും നിങ്ങൾക്ക് എസ്പെഷ്യലി ഓരോ പേജിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയും. ഈ സ്പീഡ് പറഞ്ഞാൽ ഓരോ പേജിനാണ്. സോ ഓരോ പേജിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് പറയും. ഈ പേജിനകത്ത് ഈ കണ്ടന്റ് കൂടുതലാണ്, ഈ ഇമേജസ് കൂടുതലാണ്, ഇവിടെ ജാവാസ്ക്രിപ്റ്റ് കൂടുതലാണ്, ഇവിടെ കോഡ് കൂടുതലാണ്. ഇത് കുറച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്ന സെക്ഷനാണ്. സോ യു ക്യാൻ യൂട്ടിലൈസ് ദിസ് പർട്ടിക്കുലർ ടൂൾ. Then keyword density is also very important in considerably. Like ഇപ്പം ഗൂഗിൾ ഭയങ്കര സ്മാർട്ടായി ഇപ്പം they are using എന്താ പറയുന്നത് മൾട്ടി ലാംഗ്വേജ് സെക്ഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്, NLP എല്ലാം യൂസ് ചെയ്തിട്ട് they are understanding your language. they call it BERT ആണ് യൂസ് ചെയ്യുന്നത്. so those are information are there. so now they are very എന്താ പറയുന്നത് focused ആണ്. but you need to make sure that what are the keywords you are focusing, at least they are in content repeated properly. ഇപ്പോൾ ഒരു estimation പറയുകയാണെങ്കിൽ 2 to 5% at least keyword density should be maintained. and keyword not the same term. so like ഇപ്പം ഒരുപാട് ഓർക്കും കീവേഡിന് പറയുമ്പോൾ ആളുകൾ എന്താ ഓർക്കുന്നത്, ഇപ്പം I wanted to rank for digital marketing agency in Calicut. so they understand that ഒരു 1000 വേർഡിൻ്റെ ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കാലിക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കാലിക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കാലിക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര വട്ടം എഴുതണമെന്ന്. നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് നീഡ് ടു ബി ലൈക്ക് വെരി ജെന്വിൻ ലേബലിലാവണം. ഇങ്ങനെ എഴുതിയാൽ അത് ഓവർ ഓപ്റ്റിമൈസ്ഡ് ആകുമ്പോൾ പനിഷ്മെൻറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. സോ യു നീഡ് ടു ബി വെരി ഫോക്കസ്ഡ്. ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരിടത്ത്, ഏജൻസി ഇൻ കാലിക്കറ്റ് സെപ്പറേറ്റ് സ്ഥലത്ത്. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 1 to 3 times you can give like digital marketing agency in Calicut also, you can mention that. so also നമ്മുടെ most important places like head tags നമ്മൾ സംസാരിച്ച് അവിടെയെല്ലാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, എക്സാക്ട് കീവേഡ് പോസിബിൾ ആണെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ലൈക്ക് കീവേഡ് ഡെൻസിറ്റി. ദെൻ ഇന്റർണൽ ലിങ്കിങ്. സോ ഒരു പേജിന് അടുത്ത പേജിനകത്തോട്ട് ഇന്റർണൽ ലിങ്കിങ്. അതേപോലെ തന്നെ ഔട്ട് ബൗണ്ട് ലിങ്ക്, നമ്മുടെ പേജിന് പുറത്ത് നല്ല റിസോഴ്സസിനകത്തോട്ട് ലിങ്ക് പോകുന്നതും നമ്മൾ നോക്കണം. സോ ഈ സർവീസ് പേജസും നമ്മുടെ മെയിൻ പേജിനകത്തൊന്നും അത്ര ഒരുപാട് എക്സ്റ്റേണൽ ലിങ്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ ബ്ലോഗ് കണ്ടന്റ് എല്ലാം കുറച്ചും കൂടെ നമ്മൾ പുറത്തോട്ട് ലിങ്ക്സ് കൊടുക്കാറ്. നമ്മുടെ എക്സിസ്റ്റിംഗ് പേജിന് ഇപ്പോൾ സർവീസ് പേജിനകത്തൊന്നും നമ്മൾ വേറെ സർവീസ് പേജിനകത്തോട്ടൊന്നും ലിങ്ക് ഔട്ട്സൈഡ് കൊടുക്കാറില്ല. ഇന്റർണൽ ലിങ്കിങ് ആണ് കൂടുതൽ ചെയ്യാറ്. ബട്ട് യു ക്യാൻ മെയിൻറ്റെയിൻ ദാറ്റ് ലൈക്ക് ബൈ സോഷ്യൽ മീഡിയ ടാബ് ആഡ് ചെയ്യുക, പുറത്തോട്ട് പോകുന്ന അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം കുറച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇൻക്രീസസ് ദ അതോറിറ്റി. ബട്ട് ഇഫ് എ ബ്ലോഗ് പേജ് ആണെങ്കിൽ ഇത് വെരി ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് ഔട്ട് ബൗണ്ട് ലിങ്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടു ഷോസ് ദാറ്റ് ഈ കണ്ടന്റ് നിങ്ങളൊരു റിസർച്ച് ചെയ്തിട്ട് എഴുതിയ സാധനമാണ്. Then drop keywords in first 100 words. so the ഒരുപാട് എക്സ്പേർട്സ് പറയുന്നതാണ് whatever your main keyword, at least keep them in your top the fold, because crawlers ടോപ്പിനാണ് ബോട്ടമിലോട്ടാണ് ക്രോൾ ചെയ്യാറ്. so you need to understand that എത്ര വേഗം നിങ്ങൾ അവർക്ക് മെൻഷൻ ചെയ്താണ് കീവേഡിന് അത്ര ഈസിലി ആയിരിക്കും അവർക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സെക്ഷൻസ്. so that's why you can focus on that particular section. then sprinkle LSI and synonyms keywords. ഈ LSI and synonyms keywords എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് കീവേഡ്സ് ആണ്. ഈ LSI നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗൂഗിളിനകത്ത് പോവുക, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി കുറേ കീവേഡ്സ് ബോൾഡ് ആക്കി കാണിക്കും. പിന്നെ താഴെ ഓട്ടോമാറ്റിക്കലി കാണിക്കും അതർ റിലേറ്റഡ് സെർച്ച്. സോ അതിനകത്ത് വരുന്ന എല്ലാം റിലവൻറ്റ് കീവേഡ്സ് എന്താണ് നിങ്ങളുടെ ബിസിനസ്സിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ആ സാധനം എല്ലാം നിങ്ങളുടെ കണ്ടന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. then content need to be long. already നമ്മൾ മെൻഷൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു ഭയങ്കര കൺസേൺ ആണെങ്കിൽ ഒരു 300+ വേർഡ്സ് എന്തായാലും വേണം. ബട്ട് ഐ പേഴ്സണലി റിക്കമെൻഡ് ലൈക്ക് 1000 വേർഡ്സിൻ്റെ മുകളിലാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ അസ് ടു കമ്മ്യൂണിക്കേറ്റ്. അല്ലെ പിന്നെ ഒരു ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും ഗൂഗിളിന് വാട്ട് വി ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ. ദെൻ കംസ് സ്കീമ മാർക്കപ്പ്. സ്കീമ മാർക്കപ്പ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് വെർ യു ആക്ച്വലി മെൻഷൻസ് ലൈക്ക് ഇത് സ്കീമയാണ്. സോ ഈ സ്കീമ എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി
ഒരു ഡാറ്റ സ്നിപ്പെറ്റ്സ് ആണ്. സോ സ്ട്രക്ചേർഡ് ഡാറ്റ ആണ്. ഈ സ്ട്രക്ചേർഡ് ഡാറ്റ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ സെർച്ച് എഞ്ചിൻസ് യാഹൂ, ബിങ്, ഡക്ഡക്കോ, ഗൂഗിൾ ഇവരെല്ലാം ഒരു കമ്പൈൻ ആയിട്ട് വന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലാംഗ്വേജ് സെക്ഷനാണ്. ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് പേജസ് എന്തിനെ പറ്റിയുള്ള പേജസ് ആണ്. സോ സ്ട്രക്ചേർഡ് ഡാറ്റയാണ്. അതിനെ അവർ നെയിം കൊടുത്തത് schema.org ക്രിയേറ്റ് ചെയ്ത സ്കീമയാണ് ബേസിക്കലി അവർ അതിന് പേര് കൊടുത്തത്. സോ ഈ സ്കീമ മാർക്കപ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിന് മനസ്സിലാവും ഓക്കെ ഇത് FAQ ആണ്, ഈ സെക്ഷൻ ഇവരുടെ ആർട്ടിക്കിൾ ആണ്, ഈ സെക്ഷൻ ഇവരുടെ റിവ്യൂസ് ആണ്, ഇത് ഇവരുടെ ബുക്സ് ആണ്, കോഴ്സ് ആണ്, റിവ്യൂ ആണ്. So many there are there. You can just go to schema.org. But for the local businesses, we need to focus on FAQ is very important. You need to maintain FAQ segment. So site nath thane oru pages nath FAQ is the best place to hide your content. So ipo ningalku website nath oru content kodukkan oru adu confidence varunillengil, so you can use FAQ section to hide and include the more keyword in that particular section. So that's the one section you can use. Then local schema, local pages aanengil local schema kodukkunna nallana. So they will understand this is the business, even though namukku Google Map aayittu vare list cheyan pattum, link cheyan pattum. So that's actually increases the value of our Google Map listing also. Then comes canonicalization. So നമ്മുടെ ലിങ്ക്, നമ്മുടെ ഒരു പേജ് വേറെ ഒരു പേജിനെ കാനബലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, കാനോണിക്കൽ ലിങ്ക് കൊടുക്കും. സോ വി ആർ ആക്ച്വലി കാനോണിക്കൽ വഴി നമ്മൾ ഗൂഗിളിനോട് പറയാറ് ഈ പേജിനെ ഇൻഡെക്സ് ചെയ്താൽ മതി എന്നാണ്. സോ ഇഫ് യു ആർ റൈറ്റിംഗ്, ഇഫ് യു ഹാവ് എനി ഡ്യൂപ്ലിക്കേഷൻ ഇഷ്യൂ, യു ക്യാൻ യൂസ് canonicalization to fix that. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്ലോഗ് സ്പെസിഫിക് സെക്ഷൻസ് ഉണ്ട് വിച്ച് വി നീഡ് ടു ഇൻക്ലൂഡ്. ബ്ലോഗ് ഉണ്ടെങ്കിൽ ബ്ലോഗിനകത്ത് കമൻറ്റ്സ് സെക്ഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് യൂസർ ഈസ് വെരി ആക്റ്റീവ്. ഓഥർ ബയോ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു പ്രോപ്പർ ബയോ വെക്കുക, എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത്, കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്. ലാസ്റ്റ് അപ്ഡേറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഷോസ് ഇൻ ഗൂഗിൾ ആൾസോ ലൈക്ക് അപ്ഡേറ്റഡ് ഓൺ ദിസ് ഡേറ്റ്. സോ റെഗുലർ ആയിട്ട് കണ്ടന്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ URL ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, എവർഗ്രീൻ URL. Then comes graphs. So your content need to have like multimedia, images, videos, graphs, tables, list. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ സൈറ്റിനകത്ത് ബ്ലോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക, so that people will get engaged, more engaged. Then comes table of content. So table of content ബുക്കെല്ലാം എടുക്കുമ്പോൾ നമ്മൾ ഇൻഡെക്സ് പേജ് പോലെ തന്നെ നമ്മുടെ ഈ ബ്ലോഗ് ആക്ച്വലി കൂടെ നമ്മൾ ലെന്തി ആയിരിക്കും എഴുതാൻ പോകുന്നത്. ഈ ബ്ലോഗിനകത്ത് എന്തെന്താണ് ഒരാൾക്ക് ആ ഡയറക്റ്റ് സെക്ഷനകത്തോട്ട് മാത്രം പോയാൽ മതിയെങ്കിൽ ഈ ടേബിൾ ഓഫ് കണ്ടന്റ് വിൽ ഹെൽപ്പ് ദം ടു ഗോ ടു ഡയറക്റ്റ് ദാറ്റ് പൊസിഷൻ. Then in blog there should be a featured image. Featured image basically communicate the message, as well as നമ്മൾ ഈ ബ്ലോഗ് എവിടെയെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഫീച്ചേർഡ് ഇമേജ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. സോ ഫീച്ചേർഡ് ഇമേജ് നീഡ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ഈവൻ ദോ നമുക്ക് ഓപ്പൺ ഗ്രാഫിന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നമുക്ക് കസ്റ്റമായിട്ട് ഇമേജസ് കൊടുക്കാൻ പറ്റും. ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ എ സ്റ്റാൻഡേർഡ് ലെവൽ യു ക്യാൻ ക്രിയേറ്റ് എ ഫീച്ചേർഡ് ഇമേജ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓൺ യുവർ ബ്ലോഗ്. Pin open graph protocol, that's why I mentioned like if you're sharing something on social media, so ee image ne airikku avade varan povune. Then social sharing button. So social sharing button in blog, especially blog section are very important ആണ്. That actually help us to target like ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബ്ലോഗ് പ്രൊമോട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഓർഗാനിക്കലി നമുക്ക് കുറച്ചും കൂടെ ട്രാഫിക് കൂട്ടാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. Then at last multimedias you need to focus on to optimize your page engagement. So ആളുകൾ ആ പേജിനകത്ത് വരുന്ന കുറച്ചും കൂടെ എൻഗേജ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് മൾട്ടിമീഡിയാസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് നമ്മുടെ ഓൺ പേജ് SEO ലിസ്റ്റ്. നമ്മളിപ്പോൾ 2 ടൈപ്സ് ഓഫ് ലിസ്റ്റ് നമ്മൾ നോക്കി, ഒന്ന് ഹോൾ വെബ്സൈറ്റ്, ഒന്ന് സെക്ഷൻസ്. തേർഡ് ഈസ് കീവേഡ് റാങ്കിങ്. സോ ഇഫ് യു ആർ ലോക്കൽ ബിസിനസ് ആണെങ്കിൽ യു ഷുഡ് ഹാവ് യുവർ പ്രൈമറി കീവേഡ്സ്. സോ അതിനകത്ത് ആ ലൊക്കേഷൻ സെറ്റ് ചെയ്യുക. സോ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കാലിക്കറ്റ്, ഓൺലൈൻ മാർക്കറ്റിംഗ് ഏജൻസി കാലിക്കറ്റ്, SEO ഏജൻസി കാലിക്കറ്റ്, ഇതെല്ലാം കീവേഡ് ആയിരിക്കും. സോ ഈ കീവേഡിൻ്റെ റാങ്കിങ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു എക്സൽ ഷീറ്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് വീക്ക്ലി അല്ലെ പിന്നെ മന്ത്ലി നമ്മൾ അതിനെ ഒരു നോക്കിക്കൊണ്ടിരിക്കണം, ഒരു പൊസിഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ മേജറായിട്ട് കീവേഡ്സ് നമുക്ക് മാനുവലി ചെക്ക് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ചെക്ക് ദാറ്റ്. ഓൾസോ സം ന്യൂ കീവേഡ്സ് ഇസ് കമ്മിങ് ഇൻ, അത് നിങ്ങൾക്ക് സെർച്ച് കൺസോളിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ എനി ക്രോൾസ് എറർസ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യണം. നമ്മൾ 404 എറർസിൻ്റെ ഇഷ്യൂസ് പറഞ്ഞ്, അതേപോലെ തന്നെ ക്രോളിംഗ് എറർസ് ഉണ്ട്, ലൈക്ക് ക്രോളേഴ്സിന് ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും എറർസ് ഉണ്ടെങ്കിൽ യു നീഡ് ടു ഫിക്സ് ദാറ്റ്. സോ ഓൾസോ ഫോർ ദിസ് യു റിക്വയർ എ ടെക്നിക്കൽ ഹെൽപ്പ്. ദെൻ fix spam links. Spam links are the backlinks which created spamming on your websites. Quality illata website like payday loans, adult websites, unwanted area nathu namukku link varuna sections alla spam link aayittu consider cheyan pattum. So you can fix them in your search console nathu spam links alla edutittu namukku disallow cheyan pattum. So that is the process what we do.
Then important section, keep an eye on your competitor. Competitor ഉണ്ടാവുന്ന ഭയങ്കര നല്ലതാണ് because we always know that what need to be do, because always ഇപ്പോൾ നല്ല healthy competition ആണെങ്കിൽ ഭയങ്കര നല്ലതാണ് because you need to always taking action, improving yourself step by step, day by day you need to improve yourself. അങ്ങനത്തെ സിനാരിയോനകത്ത് കോമ്പറ്റീറ്ററിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. If you don't find a competitor direct in your location, go and find somewhere else. Like if you are looking in Calicut, if you are not getting a competitor, you can go to Kochi, you can go to Mumbai, you can go to Delhi. At least or idea maintain you can use that competitor. Then last but not least, you can use audit tool reports. Basically നമ്മൾ HRF-നകത്ത് വെബ്മാസ്റ്ററിനകത്ത് സെറ്റപ്പ് ചെയ്തായിരുന്നു. സോ അവർ ആ വെബ്സൈറ്റ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു മൊത്തം ഓഡിറ്റ് റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടിനകത്ത് എന്തെന്ത് കാര്യങ്ങളാണ് അവർ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, we can go and fix those issues also. So these are the things what we need to focus on when it comes to local SEO audit. So കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ട്. സോ ദാറ്റ്സ് വൈ you may need a help of a person who knows these technical things to fix them, and these are the necessary things you need to understand to fixing your site. So that's it in this particular module. So hope നിങ്ങൾക്ക് ഈ വീഡിയോ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും എന്തെന്ത് ഓൺ പേജ് ഇഷ്യൂസ് ആണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. So you can go and check out how to do all these things in our upcoming videos. അല്ലെങ്കിൽ ചാനലിനകത്ത് we will be like one by one put ചെയ്യുന്നതായിരിക്കും. So you can check out them also. Also we have a detailed course. So ഇപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കണമെങ്കിൽ you can enroll for that also. You can connect somewhere in description, or you can reach us to our website and connect with us on there also for more learning of these things. ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി you can do that. So that's it in module number 9. So let's wind up this session for now and let's move to another section that is module number 10. So our next module will be, let's see that what is our next module. So we will be going to talk about measure results. So how to track results, നമുക്ക് results എങ്ങനെ വരുന്നേനെ നമുക്ക് നോക്കാൻ വേണ്ടി ആയിരിക്കും നെക്സ്റ്റ് മോഡ്യൂളിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So hope you like this video and go and watch and meet you next module.